സാധാരണ നമ്മൾ വാട്സാപ്പിലോട്ടൊക്കെ കോൾ ചെയ്യുമ്പോൾ ഇതുപോലെയാണ്. ഇപ്പോൾ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലോട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ തെളിഞ്ഞു വരും, വീഡിയോ തെളിഞ്ഞു വരും. അതുപോലെ ഇനി നമ്മൾ വോയിസ് കോൾ വിളിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ, ഇതുപോലെ കോൾ വരും. അപ്പോൾ എങ്ങനെയാണ് വാട്സാപ്പിലോട്ട് വരുന്ന ഈ കോളുകൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അത് സെപ്പറേറ്റ് പോയിട്ട് ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ബ്ലോക്ക് ചെയ്യൽ പ്രായോഗികമല്ല. കാരണം ആരെപ്പോഴാണ് നമ്മളെ വിളിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റൊരു കോള് വരാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് വാട്സാപ്പിൽ എങ്കിൽ മെസ്സേജ് അയക്കാൻ പറ്റും. കോളുകളൊന്നും നമുക്ക് വരണ്ട എങ്കിൽ ആ സാഹചര്യത്തിൽ എങ്ങനെ വാട്സാപ്പ് സെറ്റ് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയേ. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. കോൾ ബ്ലോക്കർ, വാട്ട് ബ്ലോക്കർ എന്നാണ് ഇതിൻ്റെ പേര്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ കൊടുക്കുക. ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇതുപോലെ ഒരു സ്ക്രീൻ വരും. സ്റ്റാർട്ട് കൊടുക്കുക. പരസ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സാപ്പ് ബിസിനസ്സും വാട്സാപ്പും, സാധാരണ വാട്സാപ്പും വാട്സാപ്പ് ബിസിനസ്സും ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ വാട്സാപ്പ് ബിസിനസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ സാധാരണ വാട്സാപ്പാണ്, വാട്സാപ്പ് ബിസിനസ് അല്ല. അത് കഴിഞ്ഞിട്ട് താഴെ വിച്ച് കോൾ ടു ബ്ലോക്ക് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓൾ കോൾ ആണോ, മൈ കോണ്ടാക്റ്റ് ആണോ, അൺനോൺ നമ്പേഴ്സ് ആണോ, കസ്റ്റംസ് ആണോ. കസ്റ്റം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇവിടെ നമ്മൾ അൺനോൺ ആണ് സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അൺനോൺ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം പരിചയമില്ലാത്തൊരു നമ്പർ ഇതിലോട്ട് നമ്പറിൽ നിന്ന് ഇതിലേക്ക് കോൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ച നമ്പർ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചില്ലേ, കോൾ വിളിച്ച് കാണിച്ചില്ല, നമ്പർ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ കോണ്ടാക്ട് ഡിലീറ്റ് ചെയ്ത് കളയാണേ. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ വിളിക്കാം. അൺനോൺ നമ്പർ ബ്ലോക്ക് ആവുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. അൺനോൺ നമ്പറിൽ നമുക്ക് കോൾ വന്നു കഴിഞ്ഞാൽ ഒറ്റ റിങ് ചെയ്യും. അപ്പോൾ കോൾ ഡിക്ലൈൻഡ് എന്ന് ഇവിടെ കാണിക്കും. വിളിക്കുന്ന ആൾക്ക് കോൾ ഡിക്ലൈൻഡ് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് അത് റിജക്റ്റ് ആവുകയും ചെയ്യും. വീഡിയോ കോൾ വിളിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒറ്റ പ്രാവശ്യം റിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഒറ്റ പ്രാവശ്യം റിങ് ചെയ്തിട്ട് അത് ഡിക്ലൈൻ ആവും. അപ്പോൾ വിളിക്കുന്ന ആൾക്ക് അറിയാം ഡിക്ലൈൻ ചെയ്തു എന്നറിയാം. കോൾ വിളിച്ചാലും അതുപോലെ. ഇപ്പോൾ അൺനോൺ നമ്പറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ നമ്പർ ഡിക്ലൈൻഡ് ആയി പോകും. ഇനി നമുക്ക് ഇതിൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഡിക്ലൈൻഡ് കാണിക്കും, കണ്ടോ. ഇവിടെ മിസ്ഡ് വോയിസ് കോൾ എന്ന് ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. ഇവിടെ കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റേ ഫോണിന്റെ വാട്സാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കാൻ സാധിക്കും. നമുക്ക് കോൾ വന്നതായിട്ട് കാണാൻ സാധിക്കും, കണ്ട. അപ്പോൾ നമുക്ക് നമ്മളെ ആരെ വിളിച്ചെന്ന് അറിയാൻ പറ്റും. അൺനോൺ നമ്പർ നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് തിരിച്ചു വിളിക്കാം. കാണിച്ചു തരാമേ, കണ്ടോ. ഇതിലോട്ട് നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റും. പക്ഷേ ഈ ഫോണിൽ നിന്ന്, അതായത് ഇപ്പോൾ ഈ കോള് ഈ ഫോണില്ലേ, ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലോട്ട് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൽ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പരിധി വരെ നല്ലതാണ്. നമുക്കിതുപോലെ പരിചയമില്ലാത്ത നമ്പറുകളിലൊക്കെ കോൾ ഇതുപോലെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്പർ വീണ്ടും ഇവിടെ സേവ് ചെയ്യുവാണേ. സേവ് ചെയ്തു. ഇനി നമ്മൾ ആപ്ലിക്കേഷനിൽ പോവാം. ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഓപ്പണിംഗ് വരിക. അപ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും, കോൾ ലോഗോയിൽ കാണിക്കും കേട്ടോ, കോള് വിളിച്ച കോളുകൾ, ഇൻകമിങ് കോളുകൾ, വന്ന കോളുകൾ. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന ഈ ഫോണിലാണ്, ഈ വെള്ള ഫോണിലാണ്. അപ്പോൾ അതിലിങ്ങനെ കാണിക്കും ഇൻകമിങ് കോള്, ഇതുപോലെ കോള് വന്നിട്ടുണ്ട്, വീഡിയോ കോൾ വന്നിട്ടുണ്ട് എന്നൊക്കെ അതുപോലെ കാണിക്കും. അപ്പോൾ നമ്മൾ അൺനോൺ നമ്പർ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഓൾ കോണ്ടാക്റ്റും ഇതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഓൾ കോണ്ടാക്ട് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ പരസ്യം വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വിളിക്കുവാണ്. ഒരു വട്ടം വരും, കോൾ ഡിക്ലൈൻഡ് ആവും. അപ്പം ഒരു കോളും ഈ ഫോണിലോട്ട് വരത്തില്ല. അങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അൺനോൺ നമ്പറിൽ നിന്നുള്ള കോളുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ കോളും മറ്റേ കോളും, സാധാ കോൾ എന്ന് പറഞ്ഞാൽ വാട്സാപ്പിന്റെ സാധാ കോളും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഓൾ കോൾസ്, അതായത് ഏതൊരു കോളും വരാതെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മൈ കോൺടാക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺടാക്റ്റിലുള്ള കോളുകൾ മാത്രം വരാതിരിക്കും, അൺനോൺ നമ്പർ വരും. പിന്നെ ഇവിടെ കസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് വരിക. അതായത് ഇൻകമിംഗ് കോൾ ഫ്രം ദി ബ്ലാക്ക് ലിസ്റ്റ് വിൽ ബി ബ്ലോക്ക്ഡ്. നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കോണ്ടാക്റ്റിൽ നിന്ന് മാത്രം വരുന്ന കോളുകൾ മാത്രം ബ്ലോക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ നമുക്കിവിടെ സെറ്റ് ചെയ്യണം, ബ്ലാക്ക് ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേയ്മെന്റ് ഓപ്ഷനാണ് വരിക. അതിന് 900 രൂപയാണ് പെർ വീക്ക് നമുക്കിത് പറയുന്നത്. ആഫ്റ്റർ ഫ്രീ 7 ഡേ ട്രയലിന് 7 ദിവസം തരുമെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഇത് റീഫണ്ട് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ ഇത്തിരി ടാസ്ക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് സാധാരണ ഈ ഒരു മെത്തേഡാണ്, ഈ ഒരു 1 2 3 മെത്തേഡാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. കുറച്ചുകൂടെ എളുപ്പം, അതായത് ഈ പൈസ കൊടുക്കാതെ ഈ 3 മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് വലിയ കുഴപ്പമില്ലാത്ത ഒരു സിസ്റ്റമാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തേക്കുന്നത്. മറ്റുള്ളവയിൽ നിന്ന് ഭേദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ഒരു 3 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. മറ്റേത് അത്രയും പേയ്മെന്റ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, പേയ്മെന്റ് കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെ വന്നാലും ഈ ഒരു 3 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചതുപോലെ വാട്സാപ്പിൽ വരുന്ന കോളുകളും വീഡിയോ കോളുകളും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു 3 മെത്തേഡ് ഉപയോഗിക്കാൻ നമുക്ക് വലിയ പേയ്മെന്റിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.